തമിഴ്നാട്ടിലെ ചില ഹോട്ടലുകളിലൊക്കെ പോയാൽ നമുക്ക് അടിപൊളി വെന്തയ കുഴമ്പ് കിട്ടും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവനെ വറുത്തരച്ച ഉലുവ കറി എന്ന് പറയാം കേട്ടോ. പക്ഷേ ഇവന് വെന്തയ കുഴമ്പ് തന്നെ ചേരും. ഇപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ പച്ചരി, ഇവ മൂന്നും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് വയ്ക്കാം. അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. അത് നല്ലെണ്ണ തന്നെ വേണം കേട്ടോ. ഒഴിച്ച് ജീരകം, കടുക്, വെന്തയം അതായത് ഉലുവ, കുറച്ച് കറിവേപ്പില, 1 വറ്റൽമുളക്, 10-15 വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി 15 എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി വേഗം വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തോളൂ, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരു നാരങ്ങ സൈസിന് പുളി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നല്ല തിള വരുന്നവരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 1 പിടി തേങ്ങ, അത് ഓപ്ഷണലാണ്, തേങ്ങ ഇടുന്നത് ഒരു പ്രത്യേക രുചിയും കൂടെയാണ്. അപ്പം ഞാനിവിടെ തേങ്ങ കൂടെ അരച്ച് കലക്കി ചേർക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിള വരണം. അതോടൊപ്പം നമുക്ക് 1/2 സ്പൂൺ കായപ്പൊടി, ആദ്യം പൊടിച്ച് വറുത്ത് വെച്ചിരുന്ന ഉലുവ മിശ്രിതമില്ലേ, ഉലുവ, പച്ചരി, ജീരകം, ആ പൊടിയും കൂടെ ഇടുമ്പോൾ എന്തൊരു മണമെന്നറിയാമോ. അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി, എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഒരു ശർക്കരയോ കരിപ്പട്ടിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവ കിട്ടില്ലനാണ്. ചോറിന് മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ ഇവൻ സൂപ്പറാണ്.